പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ ഒരു വീഡിയോ ചെയ്യണോ എന്ന് ഒരുപാട് ആലോചിച്ചതാണ്. പിന്നെ കരുതി ഈ ഒരു വീഡിയോ ചെയ്യേണ്ട വീഡിയോ തന്നെയാണ്. നിങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കണ്ണൂർ CHM സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റസീൻ മുണ്ടേരി 13 വയസ്സുകാരൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമുക്ക് ഇതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മരണകാരണം എന്താണെന്ന് ചോദിച്ചാൽ സുബ്ഹാനല്ലാഹ്, സംഭവം അത് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നു വരുന്ന സംഭവം. മുഹമ്മദ് റസീൻ മൊബൈൽ അഡിക്ഷൻ ആയിരുന്നു. ഈ ഒരു 13 വയസ്സുകാരൻ തൻ്റെ ജീവിതം വേണ്ടെന്ന് വെച്ച് പോയതാ. അതറിഞ്ഞപ്പോൾ ഹൃദയം പിടക്കുകയാണ് ഉണ്ടായത്. ഞാനും നിങ്ങളൊക്കെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ ഹൃദയം പിടക്കാതിരിക്കില്ല. ഒരുപാട് സങ്കടത്തോടും വിഷമത്തോടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഈ ഒരു വിവരം ഞാൻ അറിഞ്ഞത് വാട്സപ്പ് വഴിയാണ്. അവരുടെ വോയിസ് തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു അറിയിപ്പായിട്ട് വന്നതിന്. ഇപ്പോൾ കുറച്ച് മുമ്പ് മുണ്ടേരി ചാപ്പയിൽ നിന്നും ഒരു കുട്ടി CHM 8ാം തരത്തിൽ പഠിക്കുന്ന റസീൻ എന്നു പേരുള്ള ഒരു കുട്ടി, അതായത് കണ്ണൂർ ഷൂ മാർട്ടിൽ നടത്തിയ ഷൗക്കത്തിന്റെ മകനാണെന്ന് പറയപ്പെടുന്നു. വലിയ ഒരു തറവാട്ടിലെ കുട്ടിയായിരുന്നു. ഈ മൊബൈലിന്റെ അതിപ്രസരം, അതുപോലെ അത് കാണുന്നതിലുള്ള അഡിക്റ്റായ കുട്ടി മരുവിന്റെ സമയത്ത് മൊബൈൽ ഉപയോഗിക്കുകയും ഉപ്പാന്റെ കലമ്പ് കെട്ടിയും മൊബൈൽ പിടിച്ചു വാങ്ങിയതിന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഈ ആത്മഹത്യാ പ്രവണത കുറെ കൂടി വരികയാണല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം മൊബൈൽ കുറക്കാൻ ശ്രദ്ധിക്കണം. എന്തായാലും മൊബൈൽ കാണുന്നതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ടൈം വെച്ച് അവർക്ക് കുറച്ച് സമയം കുറച്ച് കൊണ്ടുവന്ന് മൊബൈൽ കാണാതിരിക്കാൻ കുട്ടികളെ ശ്രദ്ധിക്കണം. കാരണം പക്വത വന്നു കഴിഞ്ഞാൽ ആരും തെറ്റിലേക്ക് പോകില്ല. ഇതിപ്പോ കുട്ടികളോട് വാങ്ങുമ്പോൾ അദേശത്തിന് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇപ്പോ ഹോസ്പിറ്റലിലാണ് ഉള്ളത്, മയ്യത്ത് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നാളെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാ ഇതും കഴിഞ്ഞിട്ടല്ലേ നാളെ മയ്യത്തിൽ കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം മക്കളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാ തെറ്റിൽ നിന്നും അല്ലാഹു തിരുത്താൻ വേണ്ടി നല്ലൊരു മനസ്സ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആമീൻ. കേട്ടില്ലേ? ഈ ഒരു സംഭവം കേട്ടപ്പോൾ എന്താ പറയാ, വല്ലാത്തൊരു വിഷമം തോന്നി. 13 വയസ്സുകാരൻ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ കാലം എവിടെ പോയി, കാലം എവിടെ എത്തിപ്പോയി അല്ലേ? ഈ കുട്ടിയുടെ കബറടക്കം ഇന്നലെ കഴിഞ്ഞു. പഠിച്ചവൻ പുറത്തു കൊടുത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂങ്കാവനം തന്നെ ആക്കി കൊടുക്കട്ടെ. ബുദ്ധിയില്ലാത്ത മകനാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് നബിദിന റാലിക്കുള്ള ഫോട്ടോയാണ്. ആ മോന്റെ ഒരു റാലി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആള് നല്ല മിടുക്കനായ കുട്ടി തന്നെയാണ്, പക്ഷേ മൊബൈൽ അഡിക്റ്റ് ആയിപ്പോയി. കുട്ടികൾ വീട്ടിൽ നിന്ന് മൊബൈലിൽ കളിക്കുമ്പോൾ മാതാപിതാക്കൾ എന്തായാലും വഴക്ക് പറയും. നമ്മളൊക്കെ മൊബൈൽ പിടിച്ച് വാങ്ങിക്കാറുമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലൊന്നും വലിയ കാര്യമില്ല എന്ന്. വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മാതാപിതാക്കൾ തീർച്ചയായും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്നും കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികളുടെ നിന്ന് പിടിച്ച് വാങ്ങിക്കാറുണ്ട് നമ്മൾ. പക്ഷെ ഇതിനൊരു ബോധവൽക്കരണം തീർച്ചയായും വേണം. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് എന്തായാലും ഇതുപോലത്തെ പ്രഹസനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇതുപോലുള്ള പ്രവർത്തികൾക്ക് മുതിരുന്നത്. അപ്പോൾ ഇതിനൊരു ബോധവൽക്കരണം തീർച്ചയായും വരണം. കുട്ടികൾ പഠിക്കുന്നുണ്ട്, മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിക്കട്ടെ. പക്ഷെ നല്ല മക്കളായി വളരാൻ വേണ്ടി അതിനുള്ളൊരു
മോട്ടിവേഷൻ ക്ലാസ് കൂടി സബ്ജക്റ്റായിട്ട് തന്നെ നമ്മൾ സ്കൂളുകളിലും വേണം. സ്കൂളുകളിൽ നിന്നും മാതാപിതാക്കളെ വിളിച്ച് ഉപദേശിച്ചത് കൊണ്ടോ അവർക്ക് വേണ്ടി ക്ലാസ് എടുത്തത് കൊണ്ടോ യാതൊരു കാര്യമില്ല. മാതാപിതാക്കൾ എന്തെന്നായാലും അവരുടെ കടമ അവർ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കൂളുകളിൽ നിന്നും കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. നമ്മളെന്തെന്നാലും നമ്മുടെ മക്കളെ നമ്മൾ തീർച്ചയായും വഴക്കു പറയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, മൊബൈൽ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട്. അത് തെറ്റാണെന്നും അതിനൊരു ബോധവൽക്കരണം സ്കൂളുകളിൽ നിന്നും ഇതൊരു സബ്ജക്റ്റായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കണം. നമ്മുടെ മക്കൾ നന്നായി എഴുതാനും വായിക്കാനും മാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ മക്കൾ നല്ലൊരു സംസ്കാരത്തോടു കൂടിയും വളരേണ്ടത് അത്യാവശ്യമാണ്. പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും താൻ തോന്നിയ പോലെ നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനു വേണ്ടി മാതാപിതാക്കൾക്ക് ഒരു മീറ്റിംഗ് വെച്ച് മാതാപിതാക്കളോട് ഉപദേശിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം വീട്ടിൽ നിന്ന് അവർ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവർ അധ്യാപകരെയും ഉസ്താദുമാരെയും പേടിക്കുന്നതും ബഹുമാനിക്കുന്നതും. അത് നേരെ തിരിച്ചും ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള ഉപദേശങ്ങളും പഠനങ്ങളും സ്കൂളുകളിൽ നിന്നും ലഭിക്കണം, മദ്രസകളിൽ നിന്നും ലഭിക്കണം. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാനും മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുവാനും അവരും കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നിന് അഡിക്റ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട. കുട്ടികൾ പലതിനും അഡിക്റ്റ് ആവാം. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് വേണം. കുട്ടികൾ അതിന് അഡിക്റ്റ് ആണെന്നറിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു വാങ്ങുകയല്ല വേണ്ടത്. അത് മെല്ലെ മെല്ലെ നമ്മൾ കുറച്ചു കൊണ്ടുവരാൻ നോക്കാം. കുട്ടി മൊബൈലിന് അഡിക്റ്റ് ആണോ എന്ന് അറിയാൻ വളരെ എളുപ്പമാണ്. അവർ മൊബൈലിൽ കളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാം. അവർ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കൊള്ളണം അവർ മൊബൈൽ അഡിക്റ്റ് ആവുന്നുണ്ട് എന്ന്. നമ്മൾ പറഞ്ഞ ഉടനെ അവർ മൊബൈൽ ഓഫ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അതിനുശേഷം അവർ വന്ന് മൊബൈൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ മൊബൈൽ അഡിക്ഷൻ ഒന്നല്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അവരുടെ ആ കളി കഴിയുന്നത് വരെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവര് മൊബൈൽ അഡിക്ഷൻ തന്നെയാണ്. അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ പെട്ടെന്ന് മൊബൈൽ പിടിച്ചു വാങ്ങിയാലുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചത്, ഈ കുട്ടിയുടെ മരണം. കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ആണോ അല്ല വേറെ എന്തെങ്കിലും കളിയിൽ അഡിക്ഷൻ ആണോ എന്ന് അറിയാൻ ഇങ്ങനെ കുറച്ച് മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട സമയം അവരത് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അവർ മൊബൈൽ അഡിക്ഷൻ അല്ല. അല്ലാതെ പക്ഷം കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അവർ അതിന് അഡിക്റ്റ് ആവുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, കുട്ടികൾ എന്തെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ കുട്ടികളോട് എന്തെങ്കിലും ഒരു ആവശ്യപ്പെടാം, കടയിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു തരാനോ. അപ്പോൾ ആ കുട്ടി അതിന് അഡിക്റ്റ് ആണെങ്കിൽ, അതിനൊരു ലഹരിയായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും അവർ കേൾക്കില്ല. അവർ ആ കളി കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് ആ കാര്യം ചെയ്തു തരൂ. അല്ലാത്ത പക്ഷം അവർ അത് സ്റ്റെക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ കളി നിർത്തിവെച്ച് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തന്നതിന് ശേഷം വീണ്ടും അവർ കളിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്ക്. കുട്ടികൾ ഇതുപോലെ കളിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ട് നോക്ക്. അവർ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവര് മൊബൈൽ അഡിക്ഷൻ അല്ല. അല്ലാത്ത കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികളോട് പെട്ടെന്ന് പിടുങ്ങനെ പിടിച്ചു വാങ്ങിയാൽ ഇതാണ് സംഭവിക്കുക. ചെറിയ മോനാണ്, പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ. മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യമേ മാതാപിതാക്കൾ ചെയ്തിട്ടുള്ളൂ. നഷ്ടമായത് 13 വയസ്സുള്ള പൊന്നു മോനാണ്. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടച്ച റബ്ബ് കൊടുക്കട്ടെ. ആമീൻ. ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെയൊക്കെ ഈമാൻ നിലനിർത്തി തരാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് നൽകാൻ ദുആ ചെയ്യണം. അതിനൊന്നും നമ്മൾ ഒരിക്കലും ഒരു കുറവും വരുത്താൻ പാടില്ല. അർഹമുറാഹിമായ റബ്ബേ, ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ. 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ.
ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ. ഇതുപോലൊരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും കൊടുക്കല്ലേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള ദുർമരണത്തിൽ നിന്നും രക്ഷിക്കണേ റബ്ബേ. ആ പൊന്നുമോന് പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഖിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കണേ റബ്ബേ. ചെറിയ മോനാണ് റബ്ബേ, ബുദ്ധിമോശം കൊണ്ട് ചെയ്തതാണ് റബ്ബേ. മക്കൾക്കൊക്കെ ഈമാൻ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളൊക്കെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ആമീൻ. ആ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും റബ്ബേ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ. എത്രയും പെട്ടെന്ന് മറവി കൊടുക്കണ റബ്ബേ. മക്കളുടെ മരണത്തിൽ മാതാപിതാക്കൾ ജീവിതകാലം ഖബറിന്റെ കരയിൽ കരയുകയാണ് റബ്ബേ. ആ ഒരു അവസ്ഥ നീ വരുത്തല്ലേ റബ്ബേ. മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണ റബ്ബേ. നല്ല മക്കളാക്കി കൊടുക്കണ റബ്ബേ. നമ്മുടെ മക്കളുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബേ. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ലവരായി വളർത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും അവരവരുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടിയും ഈമാൻ നിലനിർത്തി കൊടുക്കാൻ വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവർ ഈ മയ്യത്തിന് ഫാത്തിയും യാസീനും ഓതി ഹദിയ ചെയ്യുക. ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെ കാക്കട്ടെ. ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നുമൊക്കെ നമ്മുടെ മക്കളെ കാക്കട്ടെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ട് പടച്ച റബ്ബ് കാക്കട്ടെ. ബുദ്ധിയില്ലാത്ത മകനാണ്, പുറത്തു കൊടുക്കണേ റബ്ബേ. എല്ലാവരും ആ മകന് പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യണം. വേണ്ടെന്ന് വെച്ചതാ ജീവിതം. ഇങ്ങനൊരു ബുദ്ധി ഒരു മക്കൾക്കും തോന്നാതിരിക്കട്ടെ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും അവരവരുടെ മക്കളെ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.